കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു അനുസ്മരണം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ 135ാമത് ജന്മദിനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നെഹ്റു പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 1916 പുള്ളിയുടെ വന്നതിന് ശേഷം പിന്നെ വിദേശത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയായും അതുപോലെ തന്നെ പുള്ളിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്ന ബാലഗംഗാധര തിലകൻ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ നെഹ്റുവിനെ സ്വാധീനിച്ച വ്യക്തിത്വം. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധിയെ പരിചയപ്പെടുന്നതും ഗാന്ധിജിയുമായിട്ട് ഏറ്റവും അടുപ്പമൊക്കെ ഉണ്ടാകുന്നതും. പിന്നീടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുന്നത്. മഹാത്മാഗാന്ധി കടന്നതിനേക്കാൾ കൂടുതൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത് ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 9 വർഷക്കാലമാണ് ജയിലിൽ കഴിഞ്ഞത്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കുടുംബം മൊത്തം എടുത്ത നെഹ്റു കുടുംബമാണ്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് TK സുധാകരൻ നെഹ്റു അനുസ്മരണ പ്രഭാഷണം നടത്തി. UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, നേതാക്കളായ PG ദേവ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, BP പ്രദീപ് കുമാർ, മീനാക്ഷി ബാലകൃഷ്ണൻ, MC പ്രഭാകരൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, മാമുനി വിജയൻ, KV സുധാകരൻ, ഗീതാകൃഷ്ണൻ, ധന്യ സുരേഷ്, ഉമേശൻ വെളൂർ, KR കാർത്തികേയൻ, മിനി ചന്ദ്രൻ, A വാസുദേവൻ, P രാമചന്ദ്രൻ, KK ബാബു, ഷിബൻ ഉപ്പിലിക്കൈ, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.